ഓം നമഃശിവായ. 2025 മെയ് മാസം 18-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവമാസം 4-ാം തീയതി രാത്രി 9:30 രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി കർക്കിടകക്കൂറ് നക്ഷത്രക്കാരായ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് രാഹു 8-ാം ഭാവത്തിലേക്കും കേതു 2-ാം ഭാവത്തിലേക്കും വന്നിരിക്കുകയാൽ ഈ കാലത്ത് രാഹുവിൻ്റെ സഞ്ചാര ഫലമായി ഏറ്റവും കഷ്ടത നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയും രോഗസംബന്ധമായ ക്ലേശങ്ങളും ഏത് കാര്യത്തിനും പലവിധങ്ങളായ തടസ്സങ്ങളും ഉണ്ടാകുമെന്ന സൂചനകളും കാണുകയാൽ അതിനെ വിജയകരമായി മറികടക്കുവാനുള്ള മുൻകരുതലുകൾ ഉണ്ടായിരിക്കുകയും കേതു 2-ാം ഭാവത്തിലേക്ക് വന്നതിൻ്റെ ഫലമായി ശത്രുക്കളിൽ നിന്ന് പലവിധങ്ങളായ ഉപദ്രവങ്ങളെ കരുതി ഇരിക്കുകയും സർക്കാരിൽ നിന്ന് പിഴകൾ പോലെയുള്ള പീഡകളും കരുതിയിരിക്കുകയും നിയമ ലംഘനങ്ങൾക്ക് മുതിരാതിരിക്കുകയും വിലപിടിപ്പുള്ള വസ്തുവകകൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ്. ദോഷശാന്തിക്കായി ഓം ഐം ഹ്രീം രാഹുവേ നമഃ എന്ന മന്ത്രജപവും ഓം ഹ്രീം ഐം കേതുവേ നമഃ എന്ന മന്ത്രജപവും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.